യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, തപസ് കാലത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആത്മീയമായ അന്ധതയെ എടുത്തു മാറ്റുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പലരും കേൾക്കാറുള്ള പ്രകാരമാണ്, ഇത് ദൈവത്തിൻ്റെ ശാപമാണ്, ഇവരിത്രയേറെ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല, ഇവരിത്രയേറെ ദൈവത്തോട് കരഞ്ഞിട്ട് ഒരു മാറ്റവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നൊക്കെ. ഇത് ദൈവത്തിൻ്റെ ശാപമാണ്, ദൈവം ഇവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ദൈവം ഇവരെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. ചിലവർ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ പറയും, അച്ഛാ ഇത് ദൈവത്തിൻ്റെ ശാപമാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ. ഇതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത്. യേശുവും യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും ഒരു യാത്രയിലാണ്. ഈ യാത്രാ മധ്യയാണ് ജന്മന അന്ധനായ ഒരു മനുഷ്യനെ ഈ ശിഷ്യന്മാർ കാണുന്നത്. ഉടനെ യേശുവിനോട് അവർ ചോദിക്കുന്നുണ്ട്, റബ്ബി, ഇവൻ അന്ധനായിരിക്കുന്നത് ആരുടെ പാപനിമിത്തമാണ്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ എന്ന്. ആ ചോദ്യത്തിന് ഈശോ ഉത്തരം നൽകുന്ന ഇപ്രകാരമാണ്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ടല്ല ഇവൻ അന്ധനായി തീർന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി ഇവനിൽ പ്രകടമാകുവാൻ വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായിരിക്കുന്നതെന്ന്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും, യേശുനാഥൻ ആ മനുഷ്യന് കാഴ്ച നൽകുന്നതായിട്ട്. ജന്മന അന്ധനായിരുന്ന മനുഷ്യനെ കാഴ്ചയിലേക്ക് ഈശോ നയിക്കുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഇന്നും ഇത്തരത്തിലുള്ള ചില ചിന്താരീതികളുണ്ട്. ദൈവത്തിൻ്റെ ശാപമാണ് ചില രോഗങ്ങൾ, ചില വിട്ടുമാറാത്ത രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങളൊക്കെ ദൈവത്തിൻ്റെ ശാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇവിടെ യേശുവിൻ്റെ വചനം നമ്മുടെ ആത്മീയമായ അന്ധതയെ എടുത്തു നീക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് കാണുവാനായിട്ടും കേൾക്കുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടുള്ള എല്ലാവിധ കഴിവുകളും ഉണ്ട്. പക്ഷേ എന്നിട്ടും ആത്മീയമായിട്ട് ഇന്ന് പലപ്പോഴും നമ്മൾ അന്ധന്മാരാണ്. ഇവിടെ യേശു പറഞ്ഞു വെക്കുന്ന ഒരു സത്യം, ദൈവത്തിൻ്റെ ശക്തി ഓരോ മനുഷ്യരിലും പ്രകടമാകുവാനായിട്ട് ഇത് സാധ്യമാകുമെന്ന്. ഒരു മനുഷ്യൻ അന്ധനാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവനിൽ പ്രകടമാകുവാൻ വേണ്ടിയിട്ടാണെന്ന് യേശു പറയുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം യേശുവിന് കാഴ്ച നൽകി. അതൊരു സാബത്ത് ദിവസമാണ്. ചുറ്റുമുള്ള മറ്റ് മനുഷ്യർക്ക് അസൂയ തോന്നുകയാണ്. ഈ അന്ധനായ മനുഷ്യനാണോ ഈ നടക്കുന്നത്, അവനെല്ലാം കാണുന്നു എന്ന് പറയുന്നു. അവൻ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു, യേശു എന്ന ഒരു മനുഷ്യനാണ് എനിക്ക് കാഴ്ച നൽകിയത് എന്നൊക്കെ പറയുന്നു. അവന് യേശുവിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ഏതാണ്ട് ചെറിയ കുറച്ച് അറിവുകൾ മാത്രം. അത് അവൻ മറ്റുള്ളവരോട് പറയുകയാണ്. തുടർന്ന് ഈ ഫരീസയരും നിയമജ്ഞരും ഒക്കെ അതിനെപ്പറ്റി എൻക്വയറി നടത്തുന്നുണ്ട്. ഈ സാബത്ത് ദിവസം ആരാണ് ഇവന് കാഴ്ച നൽകിയത്? ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടതിലല്ല, പക്ഷേ സാബത്തിനെ ലംഘിച്ചുകൊണ്ട് അവന് കാഴ്ച കൊടുത്തത് ആരാണ്? അവര് നിയമത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ യേശു മാനുഷികതയ്ക്ക്, മനുഷ്യന്റെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമല്ലേ നമ്മളിവിടെ കാണുന്നത്. ഇന്ന് പല മനുഷ്യർക്കും എന്തെങ്കിലും ഉയർച്ചയോ എന്തെങ്കിലും നന്മകളോ എന്തെങ്കിലും ദൈവിക അനുഗ്രഹങ്ങളോ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്കിന്ന് പൊള്ളാറുണ്ട്. കാരണം എനിക്ക് കിട്ടാത്ത എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വേദന, എനിക്കുണ്ടാകുന്ന ഒരു സങ്കടം, അതിനെ നമുക്ക് അസൂയ എന്ന് പേരിട്ട് വിളിക്കാം. അതായത് അസൂയയ്ക്ക് മരുന്നില്ലെന്ന് തന്നെയാണ് ചൊല്ല്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകൾ ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവരാണോ നിങ്ങൾ, അതോ അതിൽ സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ? നിയമത്തിനും അപ്പുറം മനുഷ്യന്റെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു യേശുവിൻ്റെ സമീപനം. നിയമം മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടി ഉള്ളതല്ല എന്ന് പറയുന്നുണ്ട്. നിയമം നമ്മൾ പാലിക്കണം, പക്ഷേ അതിനുമപ്പുറം ആ മനുഷ്യത്വത്തിന്, മനുഷ്യന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിരുന്നു യേശുവിൻ്റെ ജീവിത രീതി, ഇല്ലെങ്കിൽ യേശുവിന് മനുഷ്യനോടുണ്ടായിരുന്ന സമീപനം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മക്കളായ നമുക്ക് മറ്റുള്ള മനുഷ്യരുടെ ഉയർച്ചയിൽ അഹങ്കരിക്കുവാനായിട്ട് അർഹതയില്ല. കാരണം മറ്റുള്ളവന് ദൈവിക നന്മകൾ, ദൈവിക ദാനങ്ങൾ അവന് ലഭിക്കുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കുവാനായിട്ട്, ഒരുപക്ഷെ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഈ നോമ്പുകാലം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിന്റെ പ്രിയപ്പെട്ടവർക്ക് നന്മയുണ്ടാകുമ്പോൾ നീ അസൂയപ്പെടരുത്, മറിച്ച് അവരോടൊത്ത് സന്തോഷിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഇത് നമ്മുടെ ആത്മീയമായ അന്ധതയുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിയമത്തിനുമപ്പുറം മനുഷ്യനോട് ചേർന്നുകൊണ്ട്, മനുഷ്യൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം
ഉത്തരവാദിത്വം ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് നമ്മുടെ ധർമ്മമാണ്. അതാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തപസ്സുകാലം നമുക്കും ഉണ്ടാകട്ടെ ആത്മീയമായ നന്മകൾ, നമ്മുടെ ആത്മീയമായ അന്ധത എടുത്തു മാറ്റാം, ദൈവികമായ സ്നേഹം നമ്മളിൽ നിറയ്ക്കാം. അങ്ങനെയെങ്കിൽ ആ ദൈവിക സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട്, നിയമത്തിന് മാത്രമല്ല നിയമത്തിനപ്പുറം മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് മനുഷ്യൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപവാസം. അടുത്ത് വസിക്കുക എന്ന വലിയൊരു നിറവിലേക്കാണ് ഈ ഉപവാസം നമ്മളെ ക്ഷണിക്കുന്നത്. ഈ നോമ്പുകാലം നമ്മളെ ക്ഷണിക്കുന്നത്. നമുക്കും പ്രത്യാശിക്കാം, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യർക്ക് അവൻ്റെ ആവശ്യങ്ങളിൽ എല്ലാമായി തീരുവാനായിട്ട്, ആ ദൈവസ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഈ നോമ്പ് ആചരണത്തിന് അർത്ഥമുണ്ടാകും. അത് ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് തന്നെയായി മാറും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാനായിട്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, നിയമത്തിനുമപ്പുറം, നിയമത്തിൻ്റെ നൂലാമാലകൾക്കുമപ്പുറം മനുഷ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനായിട്ട്, ആത്മീയമായ അന്ധതയിൽ നിന്ന് മാറുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് എവർക്കും ഇന്ന ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും ഈശോയുടെ വലിയ മഹനീയമായ സാന്നിധ്യത്തിൽ നേർന്നുകൊള്ളുന്നു. ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.